ഒരു കള്ളനും രക്ഷപ്പെടാൻ പാടില്ല. അതാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതായത് ശബരിമലയിൽ സ്വർണം കട്ടതിൽ ആരെല്ലാമുണ്ട് അവരിലേക്ക് മുഴുവൻ അന്വേഷണം എത്തണം. അതാണ് അന്വേഷണ സംഘത്തിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നൽകിയിരിക്കുന്ന വ്യക്തമായ നിർദ്ദേശം. അത് എത്ര ഉന്നതരായാലും അവരിൽ എത്തിയിരിക്കണമെന്ന് കോടതി പറഞ്ഞതോടെ പ്രമുഖരുടെ കസേരയിൽ അനക്കം തട്ടിയിരിക്കുകയാണ്. അതിനുവേണ്ടി ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ ശാസ്ത്രീയ അന്വേഷണത്തിന് SITക്ക് പൂർണ്ണമായ അനുമതി നൽകിയിരിക്കുകയാണ് ഹൈക്കോടതി. ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെയും അതുപോലെ സ്വതസിദ്ധമായ അന്വേഷണത്തിലൂടെയും ഒപ്പം ഏതെല്ലാം വഴികളിലൂടെയുള്ള അന്വേഷണത്തിലായാലും ഒറ്റൊരു കുറ്റവാളി കൂടി ഒഴിയാതെ തന്നെ എല്ലാവരെയും കണ്ടെത്തണമെന്ന വളരെ വ്യക്തമായ നിർദ്ദേശമാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. അന്വേഷണ സംഘം പ്രത്യേകം ഇനി ശ്രദ്ധിക്കേണ്ടതും എത്തിച്ചേരേണ്ടതുമായ അന്വേഷണ സ്ഥലങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായ സൂചനയാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. ഇതിനായി വിവിധ ഇടങ്ങളിൽ നിന്ന് സ്വർണ്ണ സാമ്പിൾ ശേഖരിക്കണം. എന്തുമാത്രം സ്വർണം അവിടെ നഷ്ടപ്പെട്ടു എന്ന് വളരെ കൃത്യമായി കണ്ടെത്തേണ്ടതുണ്ട്. അയ്യപ്പൻ്റെ ശ്രീകോവിലിൽ പുതിയ വാതിൽ വച്ചതിലും വ്യക്തമായ അന്വേഷണം നടത്താൻ SITക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT അന്വേഷണ പുരോഗതി അതിൻ്റെ റിപ്പോർട്ട് ഇന്ന് കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഹൈക്കോടതി ഇനിയുള്ള അന്വേഷണങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ മാർഗനിർദ്ദേശം SITക്ക് നൽകിയിരിക്കുന്നത്. ഒരു കുറ്റവാളിയും എത്ര ഉന്നതരായാലും രക്ഷപ്പെടാൻ പാടില്ല എന്ന് വളരെ വ്യക്തമായി ഹൈക്കോടതി പറഞ്ഞ സ്ഥിതിക്ക് അവരെയൊക്കെ പൂട്ടിക്കെട്ടാൻ തന്നെയാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. കാരണം പറഞ്ഞിരിക്കുന്നത് ഹൈക്കോടതിയാണ്. അങ്ങനെയുള്ള ഒരു നിർദ്ദേശം ലഭിച്ച സ്ഥിതിക്ക് ഇനി അന്ന് കിട്ടിയ 6 ആഴ്ച തികഞ്ഞില്ലെങ്കിലും എത്ര ആഴ്ച എടുത്താലും വളരെ വ്യക്തമായി അന്വേഷണം നടത്തുകയും കുറ്റവാളികളെ നിയമത്തിൻ്റെ മുന്നിൽ, ജനങ്ങളുടെ മുന്നിൽ, വിശ്വാസികളുടെ മുന്നിൽ എത്തിക്കും എന്നുള്ള ഉറച്ച നിലപാടിലാണ് അന്വേഷണ സംഘവും എത്തിയിരിക്കുന്നത്. ശ്രീകോവിലിൽ പുതിയ വാതിൽ വച്ചതിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മുൻനിർത്തി വൻ തട്ടിപ്പ് നടന്നതായി സംശയിക്കുന്നു എന്നുള്ളതാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ചെന്നൈയിൽ എന്താണ് നടന്നത് എന്ന് വളരെ കൃത്യമായി അറിയണം. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥർ അമിത സ്വാതന്ത്ര്യം നൽകിയെന്ന് വളരെ വ്യക്തമായി കോടതി പറഞ്ഞിരിക്കുന്നു. പോറ്റി നടത്തിയ പല ഇടപാടുകളിലും ദേവസ്വം ഉദ്യോഗസ്ഥർ അതിനുവേണ്ട എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തു എന്നും പറഞ്ഞ കോടതി ദേവസ്വം ബോർഡിനെതിരെ അതിശക്തമായിട്ടാണ് ആഞ്ഞടിച്ചത്. ഒരു ദേവാലയത്തെ നോക്കാൻ കഴിയില്ല എങ്കിൽ ആ ദേവസ്വം ബോർഡിന് അവിടെ സ്ഥാനമില്ല എന്നുള്ളത് വളരെ വ്യക്തമായി സൂചന നൽകുകയാണ് ഹൈക്കോടതി ചെയ്തിരിക്കുന്നത്. ആരെല്ലാം ഈ സ്വർണ്ണക്കൊള്ളയുടെ ഭാഗമായോ അവരിലേക്കെല്ലാം ഈ അന്വേഷണം എത്തണമെന്ന് വളരെ വ്യക്തമായി കോടതി പറഞ്ഞ സ്ഥിതിക്ക് ഇനിയുള്ള അന്വേഷണം പ്രമുഖരിലേക്കാണ് എത്തുന്നത്. കാരണം ഇതുവരെ അറസ്റ്റ് ചെയ്യപ്പെട്ടവർ പ്രധാന ഉദ്യോഗസ്ഥരായിരുന്നു. അതിനുശേഷം ഇനി അറസ്റ്റിനായി കാത്തിരിക്കുന്ന N വാസു അടക്കമുള്ളവർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായവരുമാണ്. അതുപോലെ തന്നെ അതിനു മുകളിലേക്കൊരു പക്ഷേ അന്വേഷണം എത്തിയാൽ ദേവസ്വം മന്ത്രിയടക്കമുള്ളവരും CPMൻ്റെ പ്രമുഖരും ഒരുപക്ഷെ ഉൾപ്പെട്ടു എന്ന് വരാം. ദേവന്റെ സ്വത്ത് സംരക്ഷിക്കുകയാണ് ദേവസ്വം ബോർഡിൻ്റെ ലക്ഷ്യം. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ അഴിമതി നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ വരുമോ എന്ന് പരിശോധിക്കണമെന്നും SITയോട് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. അതായത് ഏതെല്ലാം ഉദ്യോഗസ്ഥരായാലും ഇതിന് ഒത്താശ ചെയ്തു കൊടുത്തുവോ അതിനെയെല്ലാം എല്ലാ വഴികളും ഉപയോഗിച്ച് അതിൻ്റെ തെളിവ് ശേഖരിക്കണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഹൈക്കോടതി പറഞ്ഞ പ്രകാരം അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം പ്രത്യേക അന്വേഷണ സംഘം വളരെ വ്യക്തമായി അന്വേഷണം നടത്തി താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥന്മാർ മുതൽ ഇതിൻ്റെ സ്പോൺസർ മുതൽ എല്ലാ ഉദ്യോഗസ്ഥ തലങ്ങളിലെ പ്രമുഖരും അതുപോലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്നവരുടെയും വ്യക്തമായ പങ്ക് അവർ കണ്ടെത്തിക്കഴിഞ്ഞു. അതിൻ്റെ അന്വേഷണ റിപ്പോർട്ടാണ് ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. വളരെ വ്യക്തമായി ഇതിൻ്റെ സൂചനയും ഇതിൻ്റെ മുന്നോട്ടു പോക്കും മനസ്സിലാക്കിയ ഹൈക്കോടതി ഇനിയുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചും വ്യക്തമായ മാർഗനിർദ്ദേശം അന്വേഷണ കമ്മീഷൻ അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് നൽകിക്കഴിഞ്ഞു. അതുകൊണ്ട് ഇനിയുള്ള പോക്ക് ഒരുപക്ഷെ പ്രമുഖരിലേക്കും മന്ത്രിയായി ഇരുന്നവരിലേക്കും വരെ എത്തിച്ചേരാമെന്നുള്ളതിൻ്റെ സൂചനയാണ് ഹൈക്കോടതി നൽകിയത്. അങ്ങനെ എത്ര ഉന്നതരായാലും അവരെ പിടിച്ചു കൊണ്ടുവരണമെന്നുള്ള നിർദ്ദേശം ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയതോടെ അന്വേഷണ സംഘം വീണ്ടും അവരുടെ പണി
മുന്നോട്ട് തന്നെ നീക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം.